നീണ്ട് നിവർന്ന് കിടക്കാനൊന്നും ഇവിടെ ഇടമില്ല. ഇത് ഗോവയാണ്. സ്ഥലപരിമിതിയുള്ള സ്ഥലത്ത് അതിനനുസരിച്ച് ചുരുങ്ങിക്കൂടുകയേ നിവൃത്തിയുള്ളൂ. ഗോവയിലെ മൃതദേഹ സംസ്കരണ വിശേഷങ്ങളാണ്. പള്ളികളിലൊക്കെ വലിയ കല്ലറകളുണ്ട് എങ്കിൽ പോലും കുറച്ച് നാളുകൾക്ക് ശേഷം അവ ഭിത്തികളിലേക്ക് വഴിമാറുകയാണ്. കല്ലറകളൊക്കെ വളരെ മനോഹരമാണ്, പൂന്തോട്ടങ്ങളെ പോലെ തന്നെ മനോഹരമായി അലങ്കരിച്ചു. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവയെടുത്ത് വശങ്ങളിലെ ഭിത്തികളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം അടക്കം ചെയ്യുകയാണ്. ഗോവയിലെ കല്ലറയുടെ അതായത് പരേതരുടെ വിശേഷങ്ങളാണ് കാണാം. ആ പള്ളി ഏതാ? ഇത് കാത്തലിക്സിന്റെ നേരത്തെ ചാപ്പലാണ്. ചാപ്പൽ പേരുണ്ടോ? ചാപ്പൽ അറിയില്ല. നേരത്തെ താഴെയുള്ള പള്ളിയുടെ തന്നെ ആദ്യത്തെ ചാപ്പലാണ്. പോർച്ചുഗീസുകാരുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ ചാപ്പലാണ്. അവരുടെ സെമെട്രിയാണ് ഇത്. ഇവരുടെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള പള്ളിയാണ് ഇതിന് താഴെ കാണുന്നത്. അപ്പോൾ ഇത് ഇവരുടെ സെമെട്രിയാണ്. ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിയുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ ബോഡി എടുത്തിട്ട് അതിന്റെ ബോൺസ് ഒക്കെ എടുത്ത് വാഷ് ചെയ്ത് വാഷ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഒക്കെ തൂത്ത് വാഷ് ചെയ്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഉണങ്ങാനൊക്കെ വെക്കും. എന്നിട്ട് അതെടുത്ത് നമ്മൾ ഈ സൈഡിൽ കാണുന്ന അറയുണ്ടല്ലോ, കൊച്ചു കൊച്ചു അറയിലോട്ട് സെല്ലിലോട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഒന്നേ ഉള്ളൂ. ഫാമിലി ആണെങ്കിൽ ഒരുമിച്ച് എടുക്കും. അതൊരു 35,000 to 50,000 ഒരു സ്മോൾ അറയ്ക്കൊക്കെ വില വരും. 50,000 ചെറിയ അറയ്ക്ക് എമൗണ്ട്. ഒരു 2,000 പ്ലസ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ മിക്ക ദിവസവും അടക്കമൊക്കെ കാണും. അപ്പോൾ ഇത്രയും സ്ഥലം ഉള്ളത് കൊണ്ട് അത് കണ്ടിന്യൂ ആക്കി പോയാൽ അവർ പറയുന്ന കംപ്ലീറ്റ് ഗോവയെ അടക്കാൻ കൊടുക്കേണ്ടി വരും. ഗോവ ഒരു ചെറിയ സ്റ്റേറ്റ് ആയതുകൊണ്ട്. സോ ഒരു 3 or 5 years എടുക്കും. എടുത്തിട്ട് ഇങ്ങനെ വാഷ് ചെയ്യും. എല്ലാ പള്ളികളിലും ഇതുപോലെ തന്നെയാണോ? ആണ് ഗോവയിൽ എല്ലാ പള്ളികളിലെയും കല്ലറകൾ ഇതുപോലെയാണ്. ഒരു 6 വർഷം താഴെ അടക്കിയിട്ട് പിന്നെ എടുത്ത് ബോൺസ് എടുത്ത് അകത്ത് ഒരു പ്രത്യേക അറയിലേക്ക് മാറ്റുന്നു അല്ലേ? അത് നല്ലതാ. ജനറലി നോക്കുമ്പോൾ വെച്ചുകൂടെ നല്ലതല്ലേ? നല്ലതാണ്. ഇങ്ങനെ ബോഡി എന്ന് പറഞ്ഞാൽ പിന്നീട് ആരും നോക്കാതെ ഒന്നും ഇരിക്കുന്നതിനേക്കഴിഞ്ഞും ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് ഇത് ഡൈജസ്റ്റ് ആവില്ല, നമ്മളിങ്ങനെ കണ്ടു പഠിക്കാത്തത് കൊണ്ട്, ശീലമില്ലാത്തത് കൊണ്ട്. കാരണം ഫ്ലഷ് എല്ലാം ഈ മണ്ണിൽ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ തിരിച്ചിങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്കത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവരിതിന് യൂസ്ഡ് ആണ്. ഇവിടുത്തെ കൾച്ചർ അതാണ്. ഓക്കെ, താങ്ക് യു.